നമ്മൾ മീൻ വറക്കാനായിട്ട് അരച്ച് പുരട്ടിയൊക്കെ വെച്ചിരുന്നു. നന്നായിട്ട് ഇതെല്ലാം മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്നും നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടല്ലേ വറക്കുന്നത്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് ഞാൻ 3 അയല നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്ന കൂട്ടുകളെന്ന് പറയുന്നത് പുതിനയിലയുണ്ട്, കറിവേപ്പിലയുണ്ട്, കുറച്ച് മല്ലിയില, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി എടുക്കാം. പച്ചമുളക് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് മീനൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണം. അതാണ് എരി കൊടുക്കുന്നത്. പിന്നീട് 1-2 കാര്യങ്ങളൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. ഇതെല്ലാം കൂടി അരച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം ആ ഇൻഗ്രീഡിയൻസ് കൂടി കാണിക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തുകൊണ്ട് വന്നു, നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നു. നമ്മളെടുത്ത് വെച്ച സാധനം എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വെച്ച് വേണം നമുക്കത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഇനി ഇതിനകത്ത് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്, അതുകൂടി ഇടാം. മീനിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ചു. അത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മീൻ ഇറച്ചിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എപ്പോഴും. പിന്നെ ഒരു കളറിനൊരു ഇച്ചിരി വ്യത്യാസം ഉണ്ടാകും. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഫിഷ് ഫ്രൈ ആയതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കുരുമുളകാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് വറുത്ത് പൊടിച്ചതായതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. 1 സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. കാര്യം കൈകൊണ്ട് വേണം മീനിലെല്ലാം തേച്ച് പിടിപ്പിക്കാനായിട്ട്. നന്നായിട്ടിത് മിക്സ് ചെയ്തു. എപ്പോഴും മീനും ഇറച്ചിയൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനകത്ത് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നും ശരീരത്തെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ മീനെടുത്ത് അതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എപ്പോഴും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പം ചുമന്ന മുളകല്ലേ ചേർക്കുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് മാറിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയെങ്കിലും വെച്ചേക്കണം. എന്നാലേ ഇതിൻ്റെ ആ മസാലയെല്ലാം മീനിലൊക്കെ പിടിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ വരഞ്ഞില്ല മീനിന്, അതിനകത്തേക്കൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. എന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് അരിയൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് നന്നായിട്ട് ആ മസാലയെല്ലാം പിടിക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീൻ വറക്കാനായിട്ട് അരച്ച് പുരട്ടിയൊക്കെ വെച്ചിരുന്നു. നന്നായിട്ട് ഇതെല്ലാം മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് അധികം ഓയിലൊന്നും വേണ്ട. ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലത്. മീൻ വറക്കുന്നതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. ഒരു 2-3 സ്പൂണ് എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിനകത്താണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അധികം എണ്ണയുടെ ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് തന്നെയല്ല, തവയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതെങ്കിലും അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം മീൻ വറക്കാനായിട്ട് എടുത്തിട്ട് കൊടുക്കുക. നന്നായി ചൂടായതിനു ശേഷം നമ്മളൊന്ന് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റുന്നു. അതിന് ശേഷം മീൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്നും നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടല്ലേ വറുക്കുന്നത്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക. ഒന്ന് മീൻ ചൂടായി കഴിയുമ്പോൾ മീഡിയത്തിലേക്ക് ഫ്ലെയിം മാറ്റുക. മീൻ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്യണം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടതിന് ശേഷം വേണം അത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്.
ഞാൻ 5 മിനിറ്റ് ഓഫ് ചെയ്തിട്ടിരുന്നു. അതിനുശേഷം ഓരോന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒഴിച്ച എണ്ണ അതിനകത്ത് അതുപോലുണ്ട്. 3 സ്പൂൺ എണ്ണ ഒഴിച്ചു, 2 സ്പൂൺ എണ്ണ അതിനകത്ത് തന്നെ ഉണ്ട്. എപ്പോഴും വളരെ കുറച്ച് എണ്ണയിൽ മീനായാലും എന്തോ ആയാലും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അതുപോലെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പിടിയുന്ന ഫ്രൈ ചെയ്തെടുക്കാതെ സ്ലോയിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയും. നന്നായിട്ട് അതിനുള്ളിലേക്ക് ഉപ്പും അരിയൊക്കെ നന്നായിട്ട് പിടിക്കും. എന്നിട്ടിങ്ങനെ പതുക്കെ ഫ്രൈ ആയി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുത്തേക്കുമായിരുന്നു. ഇനി ഞാനതെല്ലാം തിരിച്ചിട്ടു. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ തിരിച്ചിട്ട സൈഡും കൂടി നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കണം. ഒരു സ്പെഷ്യൽ മസാലയിലുണ്ടാക്കിയ ഫിഷ് ഫ്രൈ ആണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് നമുക്കിത് അടിപൊളിയായിട്ട് കഴിക്കാം. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.